പക്ഷിപാതാളം പോയ വഴി നമുക്ക് തെറ്റി കേട്ടോ. അപ്പം നമ്മൾ വേറൊരു വഴിക്ക് ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ്. ഇതേ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇതേ ഇവിടെയും വേറൊരു വീട്. ഇവിടെ ഒന്നും ഇതിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ആൾക്കാരൊന്നും താമസിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? കുറേ സിനിമകളുടെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ അടിക്കുന്ന പുൽച്ചൂലില്ലേ, പുൽച്ചൂലുണ്ടാക്കുന്ന ചിറ്റീന്താണ് ഈ കാണുന്നത്. ഈ വഴിക്ക് ഒരു ജീപ്പ് യാലുണ്ട് കേട്ടോ. ജീപ്പൊക്കെ ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കയറി ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയാണ്. ഈ വഴിക്കാണ് നമ്മൾ പക്ഷിപാതാളത്തേക്ക് പോകുന്നത്. ഇവിടെ എല്ലാം മഴ പെയ്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുവാണ്. അപ്പോൾ അതേ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാവേ. ഇതേ നമ്മുടെ ഇല്ലിക്കക്കല്ല്. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്ന ഇടുക്കി ജില്ലയുടെ വാഗമണിനോട് അല്ലെങ്കിൽ പുള്ളിക്കാനത്തോടൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ചുംബനവളവ് അല്ലെങ്കിൽ എസവളവ് എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. നിങ്ങൾ പലരും ഒരുപാട് പ്രാവശ്യം അവരോടൊക്കെ പോയിട്ടുണ്ടാവും. അവിടുത്തെ സ്ഥലത്തെ വ്യത്യസ്തങ്ങളായ മനോഹരങ്ങളായ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതേ പുള്ളിക്കാനത്തേക്കുള്ള യാത്രാമത്തിയെ ചാത്തമ്പാറ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക കേട്ടോ. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നപ്പോഴേ ഇവിടെ ഇങ്ങനെ സുരക്ഷാ വേലിയൊന്നും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ ഇവിടുത്തെ ആ ശോചനീയാവസ്ഥയും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഒരാൾ താഴെ വീണ് മരിച്ചതിൻ്റെ ആ ദിവസമാണ് നമ്മളൊന്ന് വീഡിയോ എടുത്തത് കേട്ടോ. ആ വീഡിയോ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തുകയും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരുടെയും മെമ്പറുടെയും വേണ്ടപ്പെട്ട അധികാരികളിലൊക്കെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ കാണുന്ന സുരക്ഷാ വേലി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുന്ന സഞ്ചാരികളാണ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് നേരെ നമ്മൾ പുള്ളിക്കാനം പോവുകയാണ്. പോകുന്ന വഴിയിലെ വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ്. വളവും തിരിവുള്ള കയറ്റിറക്കങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പുള്ളിക്കാനം ചുംബനവളവിന് ഒരു കുറച്ച് മുമ്പ് എത്തിയിരിക്കുകയാണ്. 2018 പുറത്തിറങ്ങിയ ജോസഫ് എന്ന് പറയുന്ന ജോജു ജോർജിൻ്റെ ഒരു പടം ചിത്രീകരിച്ചത് ഇവിടെയായിരുന്നു. ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് ചിത്രീകരിച്ചത്. ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അവതാരം, നമ്മുടെ ദൃശ്യം, പിന്നെ കുറേ സിനിമകളുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു ഫാക്കി ലൊക്കേഷനാണ് ഈ പ്രദേശങ്ങളൊക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരു കട കാണാം. നിലവിൽ അത് തുറന്നിട്ടില്ല. ജോസഫ് സിനിമയിലും ഇതുപോലൊരു കട ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുൽമേടുകൾ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണിലേക്ക് പോകുന്ന സഞ്ചാരികൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ഈ വഴിയാണ്. കാരണം ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളുള്ളൂ കേട്ടോ. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഇടുക്കിയുടെ പല മലനിരകളും നമുക്ക് കാണാൻ സാധിക്കും. നാടുകാണി മലനിരകൾ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള പലതരം മലനിരകളുടെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇടുക്കിയിലെ പല പ്രാന്തപ്രദേശങ്ങളും ആണ് ആ കാണുന്നത്. നല്ല തെളിച്ചുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മലനിരകളുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാവേ. ഇതേ നമ്മുടെ ഇല്ലിക്കക്കല്ല്. അപ്പോൾ ഇതേ കാണുന്ന മലയുടെ അടിവശം ഉണ്ടല്ലോ, അത് അടുക്കം പ്രദേശമാണ്. നമ്മൾ അടുക്കം മലയെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് നമ്മൾ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ കാണുന്ന പുൽമേടിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ഈ അടുക്കം മലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഈ കാണുന്ന പ്രദേശമെല്ലാം ഈരാറ്റുപേട്ടയുടെ പ്രാന്തപ്രദേശങ്ങളാണ്. നമ്മൾ ആ റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് ചെളിക്കൽ എസ്റ്റേറ്റ് പോകാനുള്ള വഴി കാണാവേ. ഈ കാണുന്ന സോളിങ്ങിട്ട വഴിയാണ് നമ്മുടെ ചെളിക്കൽ എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഈ വഴിക്ക് ഇറങ്ങിപ്പോകാൻ അത്യാവശ്യം നല്ല വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വഴി നമുക്ക് 4 വീലർ ജീപ്പ് കൊണ്ടോ അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല. സ്കൂട്ടറൊക്കെ ബൈക്കൊക്കെ അത്യാവശ്യം കയറി വരുന്ന ഒരു വഴിയായിട്ട് മാറി. കാരണം ഈ ഇടയ്ക്ക് ആ റോഡൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി പൊളിച്ചായിരുന്നു. അതിനുശേഷം ആ വഴി അവിടെയുള്ള നാട്ടുകാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വഴിയായി മാറിയിരിക്കുകയാണ്. അത് നമ്മുടെ എടാടിലോട്ടൊക്കെ പോകുന്ന വഴിയിലാണ് ആ ചെളിക്കൽ ജംഗ്ഷൻ ഉള്ളത്. ചെളിക്കൽ കവല എന്ന് പറയും. അപ്പോൾ പണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പം പൂട്ടിപ്പോട്ട് ഏകദേശം ഒരു 10-30 വർഷത്തോളമായി കാണും. ഇപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ ആൾക്കാർ വളരെ കുറവാണ്. അങ്ങോട്ട് ഇറങ്ങി പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ തേയിലമരം. ഇത് പടർന്ന് പന്തലിച്ചേക്കുവാണ്. ഇത് വെട്ടി ഒതുക്കിയെങ്കിൽ മാത്രമാണ് നമ്മൾ നല്ല രീതിയിൽ തേയിലയൊക്കെ നമുക്ക് ഈ ഉള്ളിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇത് വളർന്നങ്ങ് പോയി. പണ്ടൊക്കെ ഇവിടെ തേയില നട്ടതിൻ്റെ ഒക്കെ തെളിവാണ് ഇതെല്ലാം. ഇത് എൻ്റെ ഇരിക്കുന്നൊരു കാ കണ്ടോ, ഇത് നമ്മുടെ തേയിലയിലുണ്ടാകുന്ന കായാണ്. അപ്പോൾ ഈ വഴിക്ക് നമ്മൾ കുറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പഴയ ബംഗ്ലാവ്, അതുപോലെ പഴയ ഫാക്ടറി, കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാവേ. അപ്പോൾ നമ്മളിതേ റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വഴിക്ക് ഇറങ്ങി വന്നതാണ്. ഇവിടെ നമുക്കൊരു പുല്ല് മേഞ്ഞൊരു കടയൊക്കെ കാണാവേ. ഈ വഴിക്കാണ് നമ്മളിനി പക്ഷിപാതാളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. കുറച്ച് ദൂരം അങ്ങ് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ ഒരു വീട് കാണാം. ഇവിടെ എല്ലാം അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ 1-2 വീടുകളൊക്കെ കാണാവേ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ ആൾതാമസം ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ വന്നുമ്പോഴേക്കും നല്ല ഇല്ലിക്കലിൻ്റെ ഒരു കിടക്കാച്ചി വ്യൂ നമുക്ക് കാണാം. ഈ വഴിക്ക് ഒരു ജീപ്പ് യാലുണ്ട് കേട്ടോ. ജീപ്പൊക്കെ ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കയറി ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയാണ്. ഈ വഴിക്കാണ് നമ്മൾ
പക്ഷിപാതാളത്തേക്ക് വന്ന്. ഇവിടെ എല്ലാം മഴ പെയ്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുവാണ്. ഇവിടെയൊക്കെ വെള്ളം ഉള്ളതിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്നു ഈ കാണുന്ന മരം. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ഇവിടെ ഒരു വീട് കണ്ടേ, അപ്പുറം ഒരു വീട് കിടപ്പുണ്ട്. അത് ആൾ താമസമുള്ള വീടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഒന്നും വീടിങ്ങനെ വാർക്കോടെ ഉണ്ടാക്കിയിട്ടല്ലാതെ എവിടെയൊന്നും ആൾ താമസം ഇല്ലെന്ന് തോന്നുന്നു. കാരണം വീട് പണി കംപ്ലീറ്റ് ആയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ കിടക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ലാൻഡ് എന്ന് പറഞ്ഞൊരു സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഭൂമിയില്ലാത്തവർക്ക് വീട് സ്ഥലം കൊടുക്കാൻ വേണ്ടിയുള്ള 3 സെൻറ്റ് സ്ഥലം കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഇവിടെ സ്ഥലം കിട്ടിയതാണ്. അതിൽ കുറച്ച് പേരൊക്കെ വീട് പണിതിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്, കുറച്ച് പേര് വീട് പണിതിട്ട് താമസിക്കുന്നില്ല. ചുമ്പനവളവിൽ നിന്നുള്ള ആ മലയായി കാണുന്നത് കേട്ടോ. വലിയൊരു പച്ചപ്പ് നിറഞ്ഞ വലിയൊരു മല. ഇവിടെ എല്ലാം നല്ല മലകളുടെ അടിപൊളി കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഇവയെല്ലാം. നമ്മുടെ വീട്ടിലൊക്കെ അടിക്കുന്ന പുൽച്ചൂലില്ലേ, പുൽച്ചൂലുണ്ടാക്കുന്ന ചിറ്റീന്താണ് ഈ കാണുന്നത്. ഇതേ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്നപ്പോഴേക്കും ഇതേ അടുത്തൊരു പണി തീരാത്തൊരു വീട്. വാർത്തയൊക്കെ ഇട്ടിട്ടുണ്ട്, ബാക്കി പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് പക്ഷിപാതാളത്തേക്ക് വന്ന വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഇവിടെ പക്ഷിപാതാളത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. നമുക്ക് തിരിച്ചു പോയിട്ട് നോക്കാം. ഇവിടെ എല്ലാം വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ആൾക്കാരൊന്നും താമസിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ട് ഇവിടെ എല്ലാം നമുക്ക് വീട് കാണാം. ഇതേ ആ വീടിൻ്റെ അവിടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എന്നാ പറയുക, കണ്ടിട്ട് പേടിയാവുന്ന രീതിയിലുള്ള വാലിയാണ്, താഴ്വരകളാണ്. അതേ ഇല്ലിക്കല്ല് കാണാം. അപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പക്ഷിപാതാളം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. വാഗമണിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ ഏറ്റവും ഭംഗിയേറിയ റോഡിൽ ഒന്നാണിത് കേട്ടോ. ഈ റോഡും ഈരാറ്റുപേട്ട റോഡും അത്യാവശ്യം നല്ല ഭംഗിയുള്ള റോഡുകളാണ്. വാഗമണിലേക്ക് യാത്ര ചെയ്യുന്നവർ ഒരിക്കലും മിസ്സാക്കാതെ കണ്ടുപോകേണ്ട ഒരു സ്ഥലമാണ് ഈ ചുംബനവളവ്. അങ്ങനെ നമ്മൾ ചുംബനവളവ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നമ്മുടെ ദൃശ്യവും അതുപോലെ അവതാരം തുടങ്ങി കസിൻസോ അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകളോട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരില്ലാത്ത രീതിയിലുള്ള സിനിമകളോട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലതിൻ്റെയും പേര് നമുക്കറിയത്തില്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വിഷ്വൽ ബ്യൂട്ടി ആണെന്നറിയോ. അങ്ങ് ദൂരെയായിട്ട് ഇല്ലിക്കലിൻ്റെ കാഴ്ച, പുൽമേടുകളുടെ കാഴ്ച, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റോഡ് എല്ലാം കൂടെ ഉപയോഗിക്കുന്ന നല്ല കിടിലൻ ഫ്രെയിം ഇവിടെ വന്നു കഴിഞ്ഞാൽ. 2012 സൂപ്പർ ഹിറ്റ് സിനിമയായ ഓർഡിനറി സിനിമയിൽ ഒരു രംഗം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ബസ് കേടാകുന്നതൊക്കെ ഇവിടെ വെച്ചാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങ് മുന്നോട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഈ കാർ കിടക്കുന്ന വഴിയുടെ അതിൻ്റെ കുറേ പശുക്കളൊക്കെ വയ്ക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ചുകൂടെ നടന്ന് കയറി ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് എസ് വളവിൻ്റെ ഒരു മനോഹരമായൊരു കാഴ്ച നമുക്ക് കിട്ടും കേട്ടോ. ബസ്സൊക്കെ പോകുന്നതിൻ്റെയും അവരുടെ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ അടിപൊളി കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് നമ്മൾ ഈ പാറയൊക്കെ ചവിട്ടി മേലോട്ട് ചെല്ലും കേട്ടോ. പുള്ളിക്കാനം വാഗമൺ മലനിരകളിലെ ഹൈലൈറ്റ് തേയിലത്തോട്ടങ്ങൾ. ഈ വഴിക്കൊക്കെ ഒരു സമയത്ത് ഒരുപാട് ഓഫ് റോഡ് നടത്തിയിരുന്ന കേട്ടോ ആൾക്കാർ. ഇവിടെ ഇൻഡോർ കൊണ്ടും അതുപോലെ ഫോർ വീലർ ജീപ്പ് കൊണ്ടൊക്കെ. അപ്പോൾ നമ്മൾ നടന്ന് ഏതാണ്ട് ഈ മലയുടെ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സ്ഥലത്തെ വ്യൂ പോയിന്റ് കാണും. നിങ്ങൾ കിതയ്ക്കുന്നുണ്ടോന്നും തോന്നരുത്. പഴയ പോലെ ഇപ്പോഴൊന്നും പിക്കപ്പ് ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം ഒരു മല കയറിയാലൊക്കെ നമുക്ക് നല്ല കിതപ്പാ. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, നല്ല സുഖമായിരുന്നു ഈ വഴിക്കൊക്കെ കയറി വന്നാൽ. നമുക്ക് ഈ യാതൊരുവിധ മടുപ്പും അനുഭവപ്പെടുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ രീതിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അനുഭവം ഉള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. പലർക്കും കാണും ഇവർക്ക് ഈ കോവിഡിന് ശേഷം ഈ മല കയറുമ്പോഴും ചെറിയ കുന്ന് കയറുമ്പോഴുള്ള ഈ കിതപ്പ്. നല്ല ഒരു മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അന്തരീക്ഷം ആകെ മൂടി വരികയാണ്. അപ്പോൾ നമുക്ക് ദേ ഇവിടുന്ന് പാറ ഉള്ള വ്യൂ കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ചുംബനവളവിൻ്റെ മനോഹരമായ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കണ്ടോ. നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റ്. കുറേ സിനിമകളുടെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചുംബനവളിലെ മനോഹരങ്ങളായ ധാരാളം കാഴ്ചകളും ആസ്വദിക്കുകയും സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ഇവിടെയൊക്കെ. അപ്പോൾ നിങ്ങൾ വാഗമണിലൊക്കെ പോകുമ്പോൾ ഈ വഴിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ രീതിയിലുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.
അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.